World and PSC പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, World and PSC എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പം വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് ഫലപ്രദമായി തോന്നുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന LGSന്റെ രണ്ടാം ഘട്ട പരീക്ഷയാണ് ഈ വരുന്ന ജനുവരി 13 നടക്കാൻ പോകുന്നത്. കഴിഞ്ഞു പോയ LGS എക്സാം കുറച്ച് കട്ടിയായിരുന്നു ചോദ്യോത്തരങ്ങൾ എന്നാണ് അറിയാൻ സാധിച്ചത്. എങ്കിൽ കൂടിയും കട്ട് ഓഫ് മാർക്ക് നമുക്ക് വളരെ കുറവ് ആണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്ത പ്രതീക്ഷ ഉണർത്തിക്കൊണ്ടാണ് ലാസ്റ്റ് ഗ്രേഡ് എക്സാമിന്റെ രണ്ടാം ഘട്ട പരീക്ഷ ജനുവരി 13 നടക്കാൻ പോകുന്നത്. വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് നിയമനത്തിനുള്ള രണ്ടാമത്തതും അവസാനത്തതുമായ ജനുവരി 13 നടക്കുന്നത്. ഉച്ചയ്ക്ക് 1:30 മുതൽ 3:15 വരെയാണ് പരീക്ഷാ സമയം. തിരുവനന്തപുരം, ആലപ്പുഴ, ഇടുക്കി, തൃശൂർ, മലപ്പുറം, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകൾക്കുള്ളതാണ് പരീക്ഷ. രണ്ടാമത്തെ പരീക്ഷയ്ക്ക് കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലെല്ലാം പരീക്ഷാ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മൊത്തം 1868 പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഉള്ളത്. 7 ജില്ലകളിലായി 4,40,8,314 പേരാണ് അപേക്ഷകരായിട്ടുള്ളത്. 14 ജില്ലകൾക്കുമായിട്ടുള്ള ലാസ്റ്റ് ഗ്രേഡ് മൊത്തം 8,54,811 അപേക്ഷകളാണ് ലഭിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് പരീക്ഷാ കേന്ദ്രങ്ങളും പരീക്ഷാർത്ഥികളുടെയും എണ്ണം ഒന്ന് ഏകദേശം പറയാം. തിരുവനന്തപുരത്ത് 376 പരീക്ഷാ കേന്ദ്രങ്ങളും ഏകദേശം 900 അടുത്ത് പരീക്ഷാർത്ഥികളുമാണ് ഉള്ളത്. കൊല്ലം ജില്ലയിൽ 213 പരീക്ഷാ കേന്ദ്രങ്ങളും 50,000-ഓളം പരീക്ഷാർത്ഥികളുമുണ്ട്. പത്തനംതിട്ടയിൽ 68 പരീക്ഷാ കേന്ദ്രങ്ങൾക്ക് 15,000 പരീക്ഷാർത്ഥികളും ആലപ്പുഴയിൽ 138 പരീക്ഷാ കേന്ദ്രങ്ങളും 30,000-ഓളം പരീക്ഷാർത്ഥികളുമാണ്. കോട്ടയം 65 പരീക്ഷാ കേന്ദ്രങ്ങൾ 14,000-ഓളം പരീക്ഷാർത്ഥികൾ. ഇടുക്കിയിൽ 98 സെന്ററിന് 20,000-ഓളം പരീക്ഷാർത്ഥികളാണ്. എറണാകുളത്ത് 134 സെന്റർ 29,000-ഓളം പരീക്ഷാർത്ഥികൾ. തൃശൂർ ജില്ലയിൽ 143 35,000-ഓളം പരീക്ഷാർത്ഥികൾ. പാലക്കാടിൽ 141 35,000 പരീക്ഷാർത്ഥികൾ. മലപ്പുറത്തിൽ 170 പരീക്ഷാ കേന്ദ്രങ്ങൾക്ക് 45,000-ഓളം പരീക്ഷാർത്ഥികളാണ്. കോഴിക്കോട് ജില്ലയിൽ 83 പരീക്ഷാ കേന്ദ്രങ്ങൾക്ക് 20,000 പരീക്ഷാർത്ഥികൾ. വയനാട് 122 പരീക്ഷാ കേന്ദ്രങ്ങൾക്ക് 30,000-ഓളം പരീക്ഷാർത്ഥികളാണ്. കണ്ണൂർ ജില്ലയിൽ 117 പരീക്ഷാ കേന്ദ്രങ്ങൾക്ക് ഏകദേശം 31,000-ഓളം പരീക്ഷാർത്ഥികളാണ് അപേക്ഷിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് തിരഞ്ഞെടുത്ത ചോദ്യോത്തരങ്ങളാണ്. കഴിഞ്ഞു പോയ ഞങ്ങളുടെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം, ഒരുപാട് PSC ചോദിച്ചിരിക്കുന്ന ഞങ്ങളുടെ എപ്പിസോഡ്സിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് PSC ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പരിശോധിച്ചാൽ അത് അറിയാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇനി ഞാൻ പറയാൻ പോകുന്ന ചോദ്യോത്തരങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വരുന്ന LGS എക്സാമിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ തിരഞ്ഞെടുത്ത ആവർത്തന ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലാസ്റ്റ് ഗ്രേഡിന്റെ എക്സാമിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. കേരള നവോത്ഥാനത്തിന്റെ വഴികാട്ടി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം വൈകുണ്ഠസ്വാമികൾ. ഞാനൊരു പുതിയ ലോകം കണ്ടു എന്ന കൃതി രചിച്ചതാരാണ്? ഉത്തരം AK ഗോപാലൻ. പേരിന് മുന്നിൽ മഹാത്മാ എന്ന് ചേർത്തിരുന്ന കേരളത്തിലെ ഏക സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം അയ്യങ്കാളി. മദ്രാസ് സോഷ്യൽ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ചത് ബാരിസ്റ്റർ G. പിള്ള. ആനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേരെന്താണ്? ഉത്തരം കാരാട്ട് ഗോവിന്ദൻ കുട്ടി മേനോൻ. കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ചാവറയച്ചൻ. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം ഡോക്ടർ പൽപു. ജാതി വ്യവസ്ഥയെ വിമർശിച്ചുകൊണ്ട് രചിക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ കൃതി ഏതാണ്? ഉത്തരം ജാതിക്കുമ്മി പണ്ഡിറ്റ് കറുപ്പന്റേതാണ്.
പ്രത്യക്ഷ രക്ഷ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? കുമാര ഗുരുദേവൻ 1909 ശ്രീനാരായണ ഗുരുവിന്റെ നമുക്ക് ജാതിയില്ല വിളംബരം പ്രസിദ്ധപ്പെടുത്തിയ പത്രം ഏതാണ്? ഉത്തരം പ്രബുദ്ധ കേരളം. കാഷായം ഉപേക്ഷിച്ച് ഖദർ ധരിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം വാഗ്ഭടാനന്ദൻ. ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകം ഒഡിയ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? ഉത്തരം ലോകനാഥ് ബെഹ്റ. കേരളം ഭ്രാന്താലയമല്ല തീർത്ഥാലയമാണ് എന്ന് ശ്രീനാരായണ ഗുരുവിനോട് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉത്തരം ടാഗോർ. യോഗാഭ്യാസിയായിരുന്ന നവോത്ഥാന നായകനാണ് തൈക്കാട് അയ്യ. ജാനകിക്കാട് ഇക്കോ ടൂറിസം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. നല്ലളം ഡീസൽ വൈദ്യുതി നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊയിലാണ്ടി, കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കോഴിക്കോടിലെ കുറ്റ്യാടി. സ്വതന്ത്ര സമരവുമായി ബന്ധപ്പെട്ട കോക്കല്ലൂർ അംശകച്ചേരി തീവയ്പ് സംഭവം നടന്ന ജില്ല കോഴിക്കോടാണ്. ലേ മൗണ്ടൻ സൈക്ലിങ്ങിന് വേദിയായ ജില്ലയാണ് വയനാട്. കേരളത്തിലെ സമ്പൂർണ്ണ ആദ്യത്തെ ആധാർ രജിസ്ട്രേഷൻ പഞ്ചായത്താണ് അമ്പലവയൽ വയനാടിലെ. ചെമ്പ്ര കൊടുമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ. രണ്ടാം ബർദോളി എന്ന് അറിയപ്പെടുന്ന സ്ഥലമാണ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഈ സാക്ഷര പഞ്ചായത്താണ് കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരം. സപ്തഭാഷ സംഗഭൂമി എന്നറിയപ്പെടുന്ന ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തുള്ള പഞ്ചായത്താണ് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയാണ് കാസർഗോഡ്. പൊസാഡി ഗുബൈ വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആസ്ഥാനം തൃശൂർ ജില്ലയിലാണ്. കാസർഗോഡിന്റെ ശാപം എന്നറിയപ്പെടുന്നത് എൻഡോസൾഫാനാണ്. EMS നമ്പൂതിരിപ്പാടിന്റെ ജന്മസ്ഥലമാണ് പെരിന്തൽമണ്ണ. കേരളത്തിൽ ആദ്യമായി ICDS പദ്ധതി നിലവിൽ വന്ന സ്ഥലമാണ് മലപ്പുറം ജില്ലയിലെ വേങ്ങര. കേരള കുണ്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് മലപ്പുറം. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലമാണ് പൊന്നാനി. ധോണി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് പാലക്കാട് ജില്ല. കേരളത്തിന്റെ കവാടം എന്നറിയപ്പെടുന്നത് പാലക്കാട് ചുരമാണ്. വായില്ലാക്കുന്നിലപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് പാലക്കാട്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. പാലക്കാട് മണിയർ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മൃദംഗം. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷനാണ് എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരി. കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാനെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മ്യൂസിയങ്ങളുള്ള ജില്ലയാണ് എറണാകുളം. സദേൺ നേവൽ കമാൻഡിന്റെ ആസ്ഥാനമാണ് കൊച്ചി. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൗണാണ് മൂന്നാർ. പരുന്തുംപാറ വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി ജില്ല. കൊച്ചരേത്തി എന്ന നോവൽ രചിച്ചത് നാരായണനാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ലയാണ് ഇടുക്കി. കുറവൻ കുറത്തി ശില്പം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ രാമക്കൽ മേട്. കേരളത്തിൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഏക പ്രദേശമാണ് ഇടുക്കി ജില്ലയിലെ വട്ടവട. ഇന്ത്യയിലെ ആദ്യത്തെ ഉൾനാടൻ തുറമുഖമാണ് നാട്ടകം. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് കുമരകം പക്ഷി സങ്കേതമാണ്. അമൃതമേട ഔഷധത്തോട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കോട്ടയം. ഇട്ടി അച്യുതൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ചേർത്തലയും കൊല്ലാട്ടുപറമ്പും. കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമമാണ് വയലാർ. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ കയർ ഗ്രാമം ഹരിപ്പാടാണ്. ശ്രദ്ധിക്കുക, കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം വയലാറും കേരളത്തിലെ ആദ്യത്തെ ഇക്കോ കയർ ഗ്രാമം ഹരിപ്പാടുമാണ്. വേലക്കളിയുടെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴ. പ്രാചീന കാലത്തെ കപ്പലിന്റെ അവശിഷ്ടം കണ്ടെത്തിയ ആലപ്പുഴയിലെ സ്ഥലമാണ്
തൈക്കൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാവുകളുള്ള ജില്ലയാണ് ആലപ്പുഴ ജില്ല. ഭൂമിയുടെ കാന്തിക ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ. രാജേന്ദ്ര ചോള പട്ടണം എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് വിഴിഞ്ഞം ആണ്. കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനമാണ് മരാമൺ കൺവെൻഷൻ. അബു എബ്രഹാം ഏത് മേഖലയിലാണ് പ്രശസ്തനായിട്ടുള്ളത്? ഉത്തരം കാർട്ടൂൺ. ജയചന്ദ്ര പണിക്കർ ഏത് പേരിലാണ് പ്രശസ്തനായത്? നിത്യ ചൈതന്യയതി. കേരളത്തിലെ ഏക ചിലന്തി ക്ഷേത്രമാണ് കൊടുമൺ. കേരള നിയമസഭാംഗമായിരുന്ന കവിയാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ. അടവി ഇക്കോ ടൂറിസം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് പത്തനംതിട്ട. ജനസംഖ്യാ വർധന നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ലയാണ് പത്തനംതിട്ട ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രമാണ് തെന്മല. ആത്മകഥയ്ക്കൊരാമുഖം എന്ന ആത്മകഥ രചിച്ചതാരാണ്? ലളിതാംബിക അന്തർജനമാണ് ആത്മകഥയ്ക്കൊരാമുഖം എന്ന ആത്മകഥ രചിച്ചത്. കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷനാണ് നീണ്ടകര. പുനലൂർ തൂക്കുപാലത്തിന്റെ ശില്പിയാണ് ആൽബർട്ട് ഹെൻറി. 1877. പുനലൂർ തൂക്കുപാലത്തിന്റെ ശില്പിയാണ് ആൽബർട്ട് ഹെൻറി. കുമാരനാശാന്റെ ജന്മസ്ഥലമാണ് കായിക്കര. വർക്കല പട്ടണത്തിന്റെ ശില്പിയാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. ഡോക്ടർ പൽപുവിന്റെ ജന്മസ്ഥലമാണ് പേട്ട. അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ കാരുണ്യ ഫാർമസി ഔട്ട്ലെറ്റ് സ്ഥാപിതമായ സ്ഥലമാണ് തിരുവനന്തപുരം. ഭവനരഹിതർക്ക് വീടും ഉപജീവനത്തിന് നൈപുണ്യ വികസനവും പ്രാപ്തമാക്കുന്ന കേരളത്തിലെ സർക്കാർ പദ്ധതിയാണ് ലൈഫ് അഥവാ ജീവനം. എല്ലാ വീടുകളിലും ഒരു ആര്യവേപ്പും കറിവേപ്പും വളർത്തണം എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഗ്രഹചൈതന്യ. മുഖ്യമന്ത്രി, മന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നീ പദവികൾ ഒരേ നിയമസഭാ കാലത്ത് വഹിച്ച ഏക വ്യക്തിയാണ് PK വാസുദേവൻ നായർ. സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന സമയത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്നു EK നയനാർ. ഉപമുഖ്യമന്ത്രിയായ ശേഷം കേരള മുഖ്യമന്ത്രിയായ ആദ്യത്തെ വ്യക്തിയാണ് R ശങ്കർ. കേരളത്തിലെ രണ്ടാമത്തെ ഗവർണറാണ് VV ഗിരി. ഓക്കെ, ഇന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഈ വരുന്ന LGS എക്സാമിൽ നമുക്ക് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യോത്തരങ്ങളാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് തുടർന്നുള്ള എപ്പിസോഡിൽ നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക. തീർച്ചയായും നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ്. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.